ടു ഹാപ്പി ബേബി ഫിഷിംഗ്. ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെമ്പല്ലി മാത്രം കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് കേട്ടോ. അവിടെ നമ്മൾക്ക് 2 ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. ഒരു വർഷത്തിൽ 2 ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫൈനലി നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഗൈസ് എനിക്ക് 2 ചെമ്പല്ലി ഇട്ടിരിക്കുന്നത്. ഈ സ്പോട്ടിൽ തന്നെ, കറക്റ്റ് ഇവിടെ തന്നെ. ഞാൻ ഇവിടെ നിൽക്കണ ഈ കല്ല് അവിടെ തന്നെ. അതാരോടും പറയരുത് കേട്ടോ. മത്തിയാണെന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ. മത്തിക്ക് 300 രൂപയാണ്. അപ്പൊ നമ്മൾ 50 രൂപയ്ക്ക് മത്തി എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് എന്താവാനാന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് കുറച്ച് എക്സ്ട്രാ തന്നു. പിന്നെ കുറച്ച് ചെമ്മീനൊക്കെ തന്നു കേട്ടോ, പാവം ചേട്ടന്മാര്. ഇവിടെ അത്ര വലിയ വെയിറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇത്ര പറഞ്ഞ ഒരു വെയിറ്റ് എടുത്തിരിക്കണത്. ചിലപ്പോൾ ഇതും ആവശ്യം വരില്ല. ഞാൻ അന്ന് ചെമ്പല്ലി പിടിക്കുമ്പോൾ വെയിറ്റ് ഒന്നും യൂസ് ചെയ്തിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ കുറച്ച് വെയിറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹുക്കാണ് കേട്ടോ. ഇത് 10 12 ഒക്കെ ആയിരിക്കും. കുറച്ച് വലിയ ഹുക്കാണ്. കാരണം നമുക്ക് മത്തി കുറച്ചധികം ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടോ, വെള്ളം നല്ലപോലെ കലങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് തിരയൊക്കെ ഉണ്ട് ഗൈസ്. ഇന്നൊരു 10 15 ഹുക്ക് ഞാൻ ഇവിടെ കളയും. കുടുങ്ങി ഇട്ടിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും കുടുങ്ങി. ചേടാ ഗൈസ്, നമുക്ക് വേറെ വഴിയില്ല. നമ്മൾക്കിത് പൊട്ടിച്ച് കളയാം. എന്തായാലും നമ്മളെ ഈ സ്പോട്ടിൽ കുറേ ഹുക്ക് കളയാനാണ് കേട്ടോ. അതും പറഞ്ഞിട്ട് മീൻ പിടിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പം എന്തായാലും നമ്മൾക്ക് പൊട്ടിച്ച് കളയാം. ഗൈസ്, ഞാൻ 2ാമത് ഹുക്കൊക്കെ കെട്ടിയിട്ടുണ്ട്. ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ഒരു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മീൻ കിട്ടാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. പിന്നെ 2 ചേട്ടന്മാർ പറഞ്ഞു ഇവിടെ കടന്നൽ കൂടുണ്ടെന്ന്. അതുകൊണ്ട് 2 ആളിനെ ഓട്ടിച്ചൂന്ന് കടന്നൽ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നിൽക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ മേലെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ബുദ്ധിമുട്ട്. ഞാൻ ഇതിൽ വെയിറ്റ് ഇട്ടിട്ടില്ല. നമ്മൾക്ക് ഇനി നോക്കാം കേട്ടോ. സ്ട്രൈക്ക് ചെറുതായിട്ട് കിട്ടി. ഏട്ടക്കൂരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ബോട്ടിൽ എന്തോ മീനല്ല, എന്തോ കറി വെക്കുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അടുത്ത ഹുക്കും കുടുങ്ങിട്ടോ. ചേടാ, അത് 3ാമത്തെ ഹുക്കാണ്. രണ്ടാമത്തെ ഹുക്ക. എന്ത് വിധി ഇത്. അടുത്ത ഹുക്കും പൊട്ടിച്ചെടുത്തുട്ടാ. ഗൈസ്, എൻ്റെ മനസ്സ് പറയുന്നു ഇന്ന് നമുക്ക് മീൻ കിട്ടുന്നു. കാരണം എന്താ അറിയോ? കാരണം എന്താണെന്നൊന്നും അറിയില്ല. എന്തോ എൻ്റെ മനസ്സ് അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹുക്ക് പോയിട്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇനി ആകെ 2 മത്തിയേ ഉള്ളൂ. 2 മത്തി കഴിഞ്ഞ്. നമുക്ക് മാത്രം എന്തെങ്ങനെ മീൻ കിട്ടാത്തത്? കുറച്ച് പേരൊക്കെ ഫിഷിങ് നിർത്തിയിട്ട് പോയി. എന്നാലും ഞാൻ നിർത്തുന്നില്ല. ഞാൻ എൻ്റെ ചാള കഴിയുന്ന വരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. പകുതി തിന്നിരിക്കണേട്ടോ. അയ്യോ തവള, മറ്റു സാധനം അത് നോക്ക്. പടച്ചവനെ, ഇത് ഓ, ഞാൻ ശരിക്കും എന്താ തേങ്ങ എന്തോ കേറി വരുന്ന പോലെ തോന്നിട്ടോ ഗായ്സ്. ഇതിനെന്താ മാത്തയാ അല്ല പോത്തയാ? അയ്യോ, എങ്ങനെ എന്തോ പറയൂട്ടതിനെ. ഇത് നല്ലതാന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളിതുവരെ കഴിച്ചിട്ടില്ല. അയ്യോ, അങ്ങനെ നമ്മൾക്കും കിട്ടിയിട്ടാ. ഇത് സൗണ്ട് ഉണ്ടാക്കും ശരിക്ക്. ഹുക്ക് കയറിയിരിക്കുന്ന കാണിച്ചിട്ട് ഇതിന് കൊമ്പുണ്ട്. അത് കുത്തുവോ പഠിച്ചനെ? അതിന് നിറയെ പല്ലുണ്ട് കേട്ടോ. ഇത് ഇവിടെയൊക്കെ എന്തൊക്കെയാണോ എന്തോ. അയ്യോ, ഇത് ഭയങ്കര ഈ ഹുക്ക് കയറിയിരിക്കുന്ന കാണിച്ചു തരാട്ടാ. ഉണ്ടോ ഹുക്ക് കയറിയിരിക്കുന്നുണ്ടോ? അയ്യോ, എന്നാലും നമ്മൾക്ക് കിട്ടിയല്ലേ ഈ സാധനം. ഇത് ഭയങ്കര പിളുപിള് പോലെ ഉണ്ട് കേട്ടോ.
ഗൈസ് ഒന്നും കിട്ടാത്തതിൽ നല്ലതാണ് നമ്മൾക്ക് ഈ തവളയെങ്കിലും കിട്ടുന്നത്. ഇതിന് നമ്മൾ തവള, അന്ന് ആ ചേട്ടൻ തവള എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കുറെ കമന്റ്സ് വന്നു, മോത്തെ അങ്ങനെ എന്തോ സംഭവം, ശ്വാസം മുട്ടുന്നത് നല്ലതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് കഴിക്കണോ, നമ്മുടെ നാട്ടിൽ കഴിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാട്ടോ. ഇത് കണ്ടത് ശരിക്കും തവളനെ പോലെ ഉണ്ട് കേട്ടോ. അല്ല തവളനല്ല, ഹമൂറിനെ പോലെ ഉണ്ട്. ഞാൻ ശരിക്കില്ലേ എന്തോ കല്ലിൽ കുടുങ്ങി പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചതാ. ഞാൻ അപ്പൊ വീഡിയോ ഓൺ ചെയ്തില്ല, കാരണം എന്തെങ്കിലും മീൻ അടിക്കുകയാണെങ്കിൽ ഓൺ ചെയ്യാന്ന് വിചാരിച്ചാ. പക്ഷെ വലിച്ചെടുത്തപ്പോ ഇവൻ നല്ല തലയാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോ തവള എന്നൊക്കെ ഇതിന്റെ പേര്. എന്തായാലും പിള്ളിന്ന് പോലെ ഉണ്ട്. പിന്നെ ദേഹം എന്താ കണ്ട, അമ്മൂമ്മമാരിന്റെ ഒക്കെ ഇങ്ങനെ സ്കിന്ന് തൊടില്ലേ, അതുപോലെ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ സാധനം കൊണ്ട് വല്ലപ്പോഴും ഉപകാരം ഉണ്ടാവുള്ളൂ. എന്തായാലും ഇന്ന് ഉപകാരം ഉണ്ട് കേട്ടോ. ഞാൻ എടുത്തിട്ട് വന്നത് എന്തായാലും നന്നായി. ഇവന്റെ അമ്മ നല്ല പിടച്ചിൽ പടയും കേട്ടോ. ഇനി ഇത് നമ്മൾക്ക് ഹുക്ക് അഴിച്ചിട്ട് ഇവനെ റിലീസ് ചെയ്യാം. ഗൈസ് ഇവൻ സൗണ്ട് ഉണ്ടാക്കണ കാണിച്ചു തരാട്ടാ. കണ്ട ഒരു വിധത്തിൽ ഹുക്കൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവനെ റിലീസ് ചെയ്യാം. സൗണ്ട് ഉണ്ടാക്കണുണ്ടോ അവൻ? എന്തായാലും നമുക്ക് റിലീസ് ചെയ്യാട്ടാ. അല്ല കല്ലിൽ പോയി ചാവാണ്ടിരുന്നാ മതി. ഇടട്ടെ. അടുത്തൊരു ചെമ്പല്ലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഗൈസ് ലാസ്റ്റ് ബൈറ്റാണ്. ചാളന്റെ തല നമുക്ക് ആവശ്യമില്ല, തലയിലൊന്നും കിട്ടില്ല കേട്ടോ. ഈ സംഭവത്തിലേ കിട്ടുക. അപ്പൊ ഇത് ലാസ്റ്റത്തെ ആണ് കേട്ടോ. ഇതിലെന്തെങ്കിലും കിട്ടുമോ? എന്തോ കൊത്തുന്നുണ്ട് കേട്ടോ. മറ്റേ ഏട്ടക്കൂരി മൊത്തം ഇരുന്ന് കൊത്തുന്നുണ്ട് തോന്നുന്നുണ്ട്. അമ്മ അയ്യോ ഇതില് മീനുണ്ട്, പക്ഷെ ഇത് കുടുങ്ങി. മീനുണ്ട് ഇതില്. അവസ്ഥ കണ്ട ഹുക്കപ്പ് ആയിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷേ ചേട്ടാ അതിപ്പോ എങ്ങനെ എടുക്കും നമ്മള്? മീന് പോയി തോന്നുന്നുണ്ട്. ഗൈസ് കുറേ നേരം ഞാൻ പിടിച്ചു നിന്ന്, അങ്ങനെ കാര്യമായിട്ട് അനക്കൊന്നുമില്ല കേട്ടോ. അപ്പം എനിക്ക് തോന്നണത് മീനില്ല എന്നാണ്. ഇങ്ങനെ കുടുങ്ങിയ ഹുക്കിൽ വന്നിട്ട് ആ തീച്ചെടുക്കുമ്പോൾ ഇങ്ങനെ തിന്നണ ആ ഒരു ഇത് എനിക്ക് മീനായിട്ട് തോന്നിയതായിരിക്കാം. ഹുക്കപ്പ് ആയിട്ടില്ല. നമ്മൾക്ക് എന്തായാലും ഇത് പൊട്ടിച്ചെടുക്കാം. ഗൈസ് അങ്ങനെ ഇന്നത്തെ ഫിഷിംഗ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഞാനൊരു 10:30 വന്നാണ്. ശരി 11 മണി കൂട്ടാ. 12, 1, 2 മണിയായിരിക്കണം ഗൈസ്. അയ്യോ ഞാൻ ആദ്യമായിട്ടാണ് സമയം ഇത്ര പോയി എന്ന് പോലും അറിയാണ്ട് അത്രയും ഡെഡിക്കേഷനോടെ ഫിഷിങ് ചെയ്യണത്. 3 മണിക്കൂർ നമ്മൾ ഫിഷിങ് ചെയ്തിട്ട് കിട്ടിയത് ഒരു തവള ഗൈസ്. തവളയെങ്കിലും കിട്ടിയല്ലോ. ഇന്ന് എനിക്ക് അതെങ്കിലും പറയാം, എനിക്ക് മീൻ കിട്ടിയതെങ്കിലും പറയാം. പക്ഷെ ഞാൻ കുറേ നേരം ഇന്ന് എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നുന്നു. ഇത്രയും സമയം ഞാൻ ബോറടിക്കാണ്ട് ഒരു മീനെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ ഫിഷിങ് ചെയ്തില്ല. എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുന്നു ഗൈസ്. പക്ഷെ ഇന്ന് ആർക്കും അങ്ങനെ ചെമ്പല്ലൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ചേട്ടൻ അവിടെ നച്ചറ പിടിക്കുന്നുണ്ട്. അവിടെ 2-3 ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. സോ കുറച്ച് പേര് വരുന്നുണ്ട് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ഫിഷിങ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾക്ക് ഒരു തവള കിട്ടി ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.